ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ കയ്യിൽ കണ്ടില്ലേ ഒരു മഴപ്പാത്തി, PVCൻ്റെ പാത്തി കേട്ടോ. ഇതിന് മഴപ്പാത്തി എന്ന് പറയും, ഞങ്ങളിവിടെ ഇതിന് മഴപ്പാത്തി എന്ന് അറിയാറ്. അതൊക്കെ നമ്മളെന്താ വീടിനൊക്കെ നമ്മളിങ്ങനെ വെക്കേണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഒരു സ്ഥലത്തേക്കും തന്നെ അങ്ങോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ പാത്തിയിലേക്കാട്ടോ നമ്മളിന്ന് ചെടി നട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നടാൻ വിചാരിക്കുന്ന ചെടി ഏതാണെന്ന് കണ്ടാൽ ഒന്ന് കാണിച്ചു തരാം. ഏതാണ്? ഇതാണ് എപ്പീസിയ ചെടി കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഒരുപാട് നട്ട് പിടിപ്പിച്ചിനി. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ ചട്ടിയിലാക്കിയിട്ട് ഹാങ്ങിങ് ചെടിയായിട്ട് നട്ട് പിടിപ്പിച്ചതാണ്. അത് ഒരുപാട് ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ നമ്മളെ മതിൽമേലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മളെ ഈ മഴപ്പാത്തിയിലേക്ക് ഇന്ന് നമ്മളെ എപ്പീസിയ ചെടികൾ കുറച്ചൊന്ന് നട്ട് നോക്കാം. നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് വേറെ രീതിയിലായിട്ട് നടാമെന്ന് വിചാരിച്ച്. ഇതിൽ നട്ട് നോക്കിയാൽ ഇതിന് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യമായ സാധനം മണ്ണൊക്കെ ഇവിടെ റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് മണ്ണൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ വളമൊന്നും ചേർക്കാത്ത സാധാ ഒരു മണ്ണ് മാത്രമാണ് കേട്ടോ. ഈ ചെടിക്ക് പിന്നെ വളവും കാര്യങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇത് എവിടെ കൊണ്ടുപോയിട്ടാലും വേഗം ഉണ്ടാവുന്നൊരു ചെടിയാണ്. അപ്പോൾ ഈ ചെടി നല്ലൊരു ഭംഗിയാണ്. ഇതിന്മേൽ ഒരു തരം പൂവുണ്ട് കേട്ടോ, ചുമപ്പ് പൂവ്. ഇതൊക്കെ മതിൽമേലൊക്കെ ഈ ചെടി ഇങ്ങനെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മതിലിനൊരു ഉറപ്പുമാണ് കേട്ടോ. അപ്പോൾ മതിലൊക്കെ തന്നെ വൃത്തിയില്ലാത്ത മതിലൊക്കെ ഉണ്ടെങ്കിൽ ആ മതിൽമരൊക്കെ ഈ ചെടികൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ എന്താണെന്നോ, ചെടി ഇങ്ങനെ ഉണ്ടായി അതിൻ്റെ പൂവൊക്കെ നിറയെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ കേട്ടോ കാണാൻ. അപ്പം ഞാൻ ഇന്നെന്താ ഇത് നമ്മൾ ഈ മഴപ്പാത്തിലേക്ക് കുറച്ചൊന്ന് നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അതപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് നട്ട് നോക്കേണ്ടി. അപ്പോൾ അത് മണ്ണിങ്ങനെ കട്ട പിടിച്ചിട്ടേ, മഴ പെയ്തിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് ഒരു ഉറപ്പ് വെച്ചത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ കൈനോട് കോരിയിടും, പിന്നെ ഞാൻ ചിരട്ട എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിടും കേട്ടോ. പിന്നെ അത് നമ്മൾ കുളിക്കണതിൻ്റെ മുന്നേ കേട്ടോ ഈ വീഡിയോസൊക്കെ നമ്മളിങ്ങനത്തെ ചെടികളൊക്കെ നടലൊക്കെ എടുക്കൽ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിലൊക്കെ നല്ലോണം മണ്ണാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ പിന്നെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയാൽ നമ്മളെ ചളിയൊക്കെ നമ്മളെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഒരിച്ചിങ്ങോട്ട് പോക്കും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ നിൻ്റെ പണികളൊക്കെ ഓരോന്ന് കഴിക്കല്. പിന്നെ കൈമലൊക്കെ മണ്ണായാലെന്താ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് തേച്ച് കഴിക്കാൽ കൈമലുള്ള ചളിയും മണ്ണും ഒക്കെ പോകുമല്ലോ. എന്നാലും എനിക്ക് ഈ ചെടീനോടൊക്കെ ഭയങ്കര താല്പര്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്ത് നോക്കട്ടെ. ഓരോ വെറൈറ്റി ആയിട്ട് ഓരോന്ന് ഇങ്ങനെ നട്ട് പിടിപ്പിക്കും. ഇനി എന്ത് നമ്മൾ ഒഴിവാക്കാനും നമുക്ക് ഉണ്ടാവില്ല. എല്ലാ പാത്രത്തിലും ഇങ്ങനെ നട്ടു കേട്ടോ. അപ്പോൾ അത് ഓരോ തണ്ടെടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കട്ടോ. ഈ സമയത്തൊക്കെ ഇത് വേഗം ഉണ്ടായി തന്നെ പിടിക്കുകയും ചെയ്യും. അപ്പം ഞാനെന്താണ് ഇങ്ങനത്തെ ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ ഇങ്ങക്കൂടി കാണണ്ടേ. അപ്പോൾ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്താലൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി കൂടി നടണം കേട്ടോ. ഇനി നമുക്ക് സ്ഥലമില്ലാത്തൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നടാനുള്ള മനസ്സുണ്ട്, നമുക്ക് സ്ഥലമല്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് നട്ട് പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാട്ടെ. പിന്നെ ഉള്ള സ്ഥലമാണെങ്കിലോ അത് ആടിയും വെടിയൊക്കെ ആയിട്ട് ഇടിഞ്ഞ് മഴയൊക്കെ ആയിട്ട് കെട്ടും മതിലും ഒക്കെ ഇടിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒരു വൃത്തിയില്ലാതെ അതൊക്കെ എന്നാണ് നമുക്ക് സാധിക്കാമെന്ന് അറിയില്ല. ഒക്കെ കെട്ടി നന്നാക്കി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നാലും എനിക്ക് എൻ്റെ മുറ്റം ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ. ഉള്ള സ്ഥലത്ത് ഞാൻ ഇങ്ങനത്തെ ഓരോന്ന് നട്ട് പിടിപ്പിച്ച് വെക്കും. ഇതിങ്ങനെ നടുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല. ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ. പലതരം ചെടികളും നട്ട് പിടിപ്പിക്കാനും നമുക്ക് എല്ലാം നമ്മൾ ഒഴിവാക്കിയ പാത്രങ്ങളിലൊക്കെ നട്ട് പിടിപ്പിച്ചാൽ നല്ലൊരു ഭംഗിയാണ്, വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇത് ഉണ്ടായാലും ഇതെന്തിനാണ് നമ്മൾ നട്ട് പിടിപ്പിച്ചത് നിങ്ങോട്ട് കാണില്ല. ഇത് നിറയെ വേഗം പെട്ടെന്ന് തന്നെ തിങ്ങി നിറയെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ തണ്ട് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ അവിടെ മതിൽമേൽ തന്നെ കൊണ്ടുപോയിട്ട് കേട്ടോ. അവിടെ അത് പൊട്ടി മുളിച്ച് അവിടെ മതിൽമേൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി കാണാൻ നല്ല ഭംഗിയാട്ടോ. നിന്നിമ്പോൾ നിറയെ പൂവുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നട്ട് പിടിപ്പിച്ച്. പിന്നെ അത് വെച്ചതൊരു സ്റ്റൂൾമേലാണ്. ഞാൻ പിന്നെ എന്ത് നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ ഈ സ്റ്റൂൾമേൽ തന്നെ വെക്കൽ. പിന്നെ ഞാൻ നട്ട് വെച്ചിട്ട് ഇത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഓരോ സ്ഥാനങ്ങളും ഇങ്ങനെ കണ്ടുപിടിച്ച് വെക്കും കേട്ടോ. ഇത് ഇന്ന സ്ഥലത്ത് വെച്ചാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാകുന്നത്. അപ്പം ഇന്ന് നട്ട് വെച്ച് ഇനിയിപ്പോൾ നാളെയാണ് നമുക്ക് ഇത് എവിടെ വെക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇതാക്കൽ കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് നട്ട് വെച്ചത് നിങ്ങൾ നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കട്ടോ. ഇനി ഞാൻ ഉണ്ടായി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഫാൻ്റെതും ഹെൽമെറ്റും പാത്തിയും PVC പൈപ്പും എന്താണോ നമ്മളെ കയ്യിലുള്ളത് അതിലൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെയായിട്ട് നട്ട് പിടിപ്പിക്കും.
അപ്പം ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടേ. പിന്നെ അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചത് കേട്ടോ. ഗ്ലാസ് ഒന്ന് കഴുകി നമ്മൾ സ്റ്റൂളിലേക്ക് തന്നെ വെച്ച്. അപ്പോൾ സ്റ്റൂൾ ഞാൻ എന്താ ഇവിടേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുക. ഇവിടെ അല്ല ഞാൻ ഇത് സാധാരണ വെക്കാൻ വിചാരിക്കുന്നത്, വേറെ സ്ഥലത്തേക്കാണ്. ഇപ്പം തൽക്കാലം ഇവിടെ അങ്ങോട്ട് നിൽക്കട്ടെ. അപ്പം നമ്മളെ പാത്തി തടച്ചെടി നട്ട് പിടിപ്പിച്ച പാത്തി ഇവിടേക്ക് കൊണ്ടുപോയി വെക്കുക കേട്ടോ. ഇവിടെ ഇപ്പം ഒന്ന് ഇവിടെ നിൽക്കട്ടെ. ഇനി ഇതിനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടേക്ക് മാറ്റി വെക്കണം. അപ്പോൾ സ്റ്റൂളൊന്ന് ഉറപ്പിച്ച് വെച്ച് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് എന്നിട്ട് അറിയിക്കട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ. ഓക്കെ.